സോ കയറെടുത്തിട്ട് നമ്മൾ ഇന്ന് ആ ഒരു ആമനെ നമ്മൾ കൊണ്ടുവരാൻ പോവാണ്. നമ്മളെ ഈ ഒരു വേൾഡിലോട്ട്, നമ്മളെ ഈ ഒരു സ്ഥലത്തായിട്ട് നമ്മൾ ആമനെ കൊണ്ടുവരാൻ പോവാണ്. സോ അങ്ങനെ നമ്മളൊരു ആമൻ്റെ ഒരു ഫാം കൂടി തുടങ്ങാൻ പോവാണ്. ടർട്ടിൽ ഫാം കൂടി നമ്മൾ തുടങ്ങാൻ പോവാണ്. സോ ആമയിൽ നിന്ന് എന്താണ് സത്യം പറഞ്ഞാൽ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞു കേട്ടോ. എന്തൊരു ടർട്ടിലിൻ്റെ എന്തൊരു സംഭവമൊക്കെ കിട്ടും തോന്നുന്നു. നമ്മൾ ടർട്ടിലിൻ്റെ സംഭവം ഉണ്ടെങ്കിൽ നമുക്കത് ബ്രീത്തിൻ്റെ സംഭവമൊക്കെ സെറ്റാക്കാൻ പറ്റുന്നതാണ്. സോ പിന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സെറ്റാക്കിയെന്ന് പറയുമ്പോൾ നമ്മുടെ ഹോർസ് ടേബിൾ ആയിരുന്നു. സോ നമ്മുടെ ഹോർസ് ടേബിളും കാര്യങ്ങളൊക്കെ അതാണ്ട് ഇവിടെ തന്നെ ഉണ്ട്. സോ സംഭവം അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മുടെ നെതർ പോർട്ടിൽ നമ്മൾ കുറച്ചും കൂടി ഒന്ന് വലുതാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളവിടെ നമ്മുടെ അയൺഗോളും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളോട്ട് കയറുന്നതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഗേറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇനി എന്തായാലും അതും പ്രശ്നമില്ല. പിന്നെ ഇന്ന് നമ്മൾ ടർട്ടിൽസിനെ കൊണ്ടുവരാൻ പോവാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വീട്ടിൻ്റെ അടിയിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ ഒരു റൂമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ എൻചാൻറ്റിങ് ഏരിയ. സോ ഇതുപോലെ തന്നെ നമ്മൾ ഒരു റൂമും കൂടി അടിയിലോട്ട് പണിയും. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റോറേജ് റൂമാണ്. യെസ്, നമ്മുടെ വീട്ടിൽ തന്നെയാണ് നമ്മൾ സ്റ്റോറേജ് റൂം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അങ്ങ് വിട്ടേക്കാം കേട്ടോ. എന്തായാലും നമ്മുടെ ഒരു ഡെസേർട്ട് ഏരിയയിലാണ് നമ്മുടെ ഈ ഒരു ടർട്ടിൽസ് ഉണ്ടാവുക. കേസ് അപ്പോൾ എന്തായാലും നമ്മൾ ആമനെ കണ്ടെത്തിയിരിക്കുക കേട്ടോ. നമ്മുടെ ടർട്ടിലിനെ കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒന്നിനെ കിട്ടിയിട്ടുള്ളൂ. നമുക്ക് ഒന്നിനെയും കൂടി ഒപ്പിക്കണം കേട്ടോ. എടേ, ആമനെ കയറ് വെച്ച് വലിക്കാൻ പറ്റൂലേ? ആമനെ കയറിടാൻ പറ്റൂല. ആമനെ നമുക്ക് കയറുപയോഗിച്ച് കൊണ്ടുപോകാൻ പറ്റൂല. അതാണ് കാര്യം പിടികിട്ടിയത്. ഗുയിസ്, ചെറുതായിട്ടൊരു മിസ്റ്റേക്ക് പറ്റിയിരിക്കുകയാണ്. അപ്പം നമ്മൾ ടർട്ടിലിനെ നോക്കി വന്നതായിരുന്നു. ബട്ട് ടർട്ടിലിനെ നമുക്ക് എന്തായാലും കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ നമ്മൾ വന്നൊരു വില്ലേജിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഡെസേർട്ട് വില്ലേജിൽ എത്തിയിരിക്കുക കേട്ടോ. അപ്പോൾ താണ്ട ഗൈസ്, ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ ക്യാമലുണ്ട്. ഇവിടെ പുതിയ അപ്ഡേറ്റിൽ വന്ന സാധനം കേട്ടോ ക്യാമലിനെ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് സാഡിൽ വേണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വലിച്ചു കൊണ്ടുപോകേണ്ടി വരും. എന്തായാലും നമുക്ക് നേരെ നടന്ന് നമ്മുടെ ഒരു വില്ലേജും കാര്യങ്ങളും കണ്ടെത്തണം കേട്ടോ. നമ്മളെ ക്യാമലിനെ നമ്മൾ കയറുകൊണ്ട് വലിച്ചാണ് പോകുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് എലേറ്റർ യൂസ് ചെയ്യാൻ പറ്റൂല. എലേറ്റർ യൂസ് ചെയ്താൽ സംഭവം പൊട്ടിപ്പോകുന്നതായിരിക്കും. ഓ, കയറ് പൊട്ടിപ്പോയി. ഈ സൈഡ് കയറ് പൊട്ടിപ്പോയിട്ടുണ്ട്. ഒന്നും കൂടി കെട്ടിയ ഓക്കെ. നേരെ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് തന്നെ വിട്ടേക്കാം കേട്ടോ. 2 hours later. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കുറേ ടൈമിന് ശേഷം നമ്മളങ്ങനെ തിരിച്ച് നമ്മുടെ വില്ലേജിൽ തന്നെ എത്തിയിരിക്കുകയാണ്. സോ നമ്മൾ ടർട്ടിലിനെ എടുക്കാൻ വേണ്ടിയായിരുന്നു പോയത്. ബട്ട് അവസാനം നമ്മൾ ക്യാമലിനെയും കൊണ്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫെൻസും കാര്യങ്ങളും പൊട്ടി കേട്ടോ. കുറച്ച് ഈ ഡോറും കൂടി പൊട്ടിക്കേണ്ടി വരും കേട്ടോ. ഓക്കെ, എന്തായാലും നമ്മുടെ ക്യാമറ ഉള്ളിൽ കയറ്റിയിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ഡോറും കാര്യങ്ങളൊക്കെ പഴയതുപോലെ തന്നെ സെറ്റ് ചെയ്തേക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു റൂം സ്പേസ് ഉണ്ട്. നമുക്ക് എന്തായാലും ഈ ഒരു റൂമിലോട്ട് ആക്കിയേക്കാം. സോ അപ്പോൾ എന്തായാലും ഇതിനൊരു നെയിം എന്തായാലും നിങ്ങൾ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യട്ടോ. നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ലാഡർ എടുക്കാം. സോ എന്തായാലും നമുക്ക് താഴോട്ട് പോകാട്ടോ. ഫുൾ പൊട്ടിച്ചിട്ട് നമുക്ക് ഒരു ഫസ്റ്റ് റൂമാക്കി എടുക്കാമെന്നുള്ള കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് ചെസ്റ്റ് കൂടുന്നതിനനുസരിച്ച് അങ്ങനെ പൊട്ടിച്ച് അങ്ങോട്ട് സ്പേസ് കൂട്ടി കൊണ്ടുവരാം കേട്ടോ. മുകളിലോട്ട് 2 ബ്ലോക്ക് കൂടി പൊട്ടിക്കുക. 2 ബ്ലോക്ക് കൂടി ഹൈറ്റ് പൊട്ടിക്കുക.
ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയും സ്ഥലം നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. സോ ഇനി എന്തായാലും നമ്മൾ ലാഡർ സെറ്റ് ചെയ്യാൻ പോവാണ്. നമുക്ക് മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ലാഡറും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഓക്കെ, സെറ്റ് ആയിട്ടുണ്ട്. സോ ഓക്കെ, സെറ്റാണ്. ഒന്ന് സ്ലീപ്പ് ചെയ്യാം കേട്ടോ. നമുക്ക് ബിൽഡ് ചെയ്യാനുള്ള ബ്ലോക്സ് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഉള്ളിൽ ഫുള്ള് നമ്മുടെ പ്ലാങ്ക്സ് വേണം. അപ്പോൾ നമുക്ക് ബാമ്പുവിൻ്റെ സംഭവം വെച്ച് സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ കുറച്ച് ബാമ്പു ബ്ലോക്സ് എടുക്കാം. പിന്നെ നമുക്ക് ഈ ഒരു ലൈറ്റ് നമ്മൾ എൻഡിൽ പോയപ്പോൾ എടുത്താണ്. സോ അതും കൂടി എടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് വേറെ ഒന്നും വേണമെന്നില്ല. ഇതൊക്കെ എന്തായാലും നമുക്ക് താഴോട്ട് കൊണ്ടുവരാം. എന്തായാലും ഫുള്ള് ക്ലിയർ ചെയ്തേക്കാം. ഇത് ഫുള്ള് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ഇവിടെ നമ്മുടെ പ്ലാങ്ക് ആക്കി കൊടുക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ അടിയിൽ ഫുള്ള് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതിൽ ഫുള്ള് അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇവിടെ നമുക്ക് വേറെ ബ്ലോക്ക് ആക്കി കൊടുക്കണം കേട്ടോ. സോ എന്തായാലും നമുക്ക് വേറെ ഏതെങ്കിലും ബ്ലോക്ക്സ് സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. നമുക്ക് ഈ ഒരു ബ്ലോക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. വേറെ ഏതൊരു ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. ചിസലേഡ് സ്റ്റോൺ സെറ്റ് ചെയ്യാം കേട്ടോ. ടോപ്പിൽ നമുക്ക് ചിസലേഡ് സ്റ്റോൺ ആക്കി കൊടുക്കാം. ജസ്റ്റ് ഇത് മൊത്തം ക്ലിയർ ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഈ ബ്ലോക്ക് ആക്കി കൊടുക്കുക. ട്രേഡിംഗ് ഹാളിലേക്ക് പോയിട്ട് നമുക്ക് ചെസ്റ്റ് തുറന്ന് നോക്കാം കേട്ടോ. വേറെ ഏതെങ്കിലും ബ്ലോക്സ് ഇട്ട് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മുടെ സ്റ്റോൺ ബ്രിക്സ് ഉണ്ട് കേട്ടോ. സ്റ്റോൺ ബ്രിക്സ് എന്തായാലും കുറച്ചെടുത്തേക്കാം. ഗ്ലോ സ്റ്റോൺ ഉണ്ട് കേട്ടോ. ഗ്ലോ സ്റ്റോൺ കുറച്ചെടുക്കാം. നമുക്ക് ലൈറ്റിന് ആവശ്യം വരും. ബ്ലോക്ക് എടുക്കാം കേട്ടോ. നമ്മുടെ അടുത്ത് ഇതുണ്ട്, ബ്രിക്ക് ഉണ്ട്. ബ്രിക്ക് വെച്ച് നമുക്ക് എന്തെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുമോ കേട്ടോ. നമ്മുടെ വില്ലേജറിൻ്റെ കയ്യിൽ നമ്മൾ ട്രേഡ് ചെയ്തതാണ്. ഇത് വെച്ച് നമുക്ക് എന്തെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ബ്രിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, നമുക്ക് ബ്രിക്ക് ബ്ലോക്ക് റെഡിയാക്കാൻ പറ്റും കേട്ടോ. 56 ബ്രിക്ക് ബ്ലോക്ക് റെഡിയാക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ എന്തായാലും 56 ബ്ലോക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി ബ്ലോക്ക് വേണം. നമുക്ക് എമറാൾഡ് കൊടുത്തിട്ട് കുറച്ചും കൂടി ബ്രിക്ക് വാങ്ങാം കേട്ടോ. ഓക്കെ, സെറ്റ് 40 കൂടി വാങ്ങിയിട്ടുണ്ട്. കുറച്ച് ഫുഡ് കഴിക്കാം കേട്ടോ. നമ്മളെ ഫുഡ് കുറഞ്ഞിട്ടുണ്ട്. കുറച്ച് ഫുഡ് കഴിച്ചേക്കാം. നമുക്ക് പൊട്ടാറ്റോ കൊടുത്തിട്ട് കുറച്ചും കൂടി ഒന്ന് വില്ലേജറിനെ ട്രേഡ് ചെയ്യാം കേട്ടോ. എമറാൾഡ് വാങ്ങാം. എന്നിട്ട് കൂടി എമറാൾഡ് വാങ്ങിയിട്ട് കുറച്ചുകൂടി ബ്രിക്സ് കൂടി വാങ്ങാം. ഇങ്ങനെ എന്തായാലും നമുക്ക് ഈ ഒരു എമറാൾഡ് കൊടുത്തിട്ട് കുറച്ചും കൂടി ബ്രിക്സ് വാങ്ങാം കേട്ടോ. 52 വാങ്ങിയിട്ടുണ്ട്. ഇനി എന്തായാലും പോയിട്ട് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. ബ്രിക്ക് ക്രാഫ്റ്റ് ചെയ്യാം കേട്ടോ. ബ്രിക്സ് ക്രാഫ്റ്റ് ചെയ്യാം. എന്തായാലും നമ്മൾ കുറച്ചുകൂടി ബ്രിക്സ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് പോയിട്ട് ഫുള്ള് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ലൈറ്റ് കൈ പിടിക്കാം.
ഓക്കെ, ഇതിൽ നമുക്ക് താഴോട്ട് പോവാം. പൊട്ടിച്ചിട്ട് നമുക്ക് ഈ ഒരു ബ്ലോക്ക് ആക്കി കൊടുക്കണം, നമ്മുടെ ബ്രിക്സ് ബ്ലോക്ക് ആക്കി കൊടുക്കണം. ഫുള്ള് നമുക്ക് ബ്രിക്ക് ആക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ ഫുള്ള് ബ്ലോക്സും കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കൊന്ന് ലൈറ്റ് അപ്പ് ചെയ്യണം. സോ ലൈറ്റ് അപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗ്ലോ സ്റ്റോൺ ആണ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഇവിടെ പൊട്ടിച്ചിട്ട് ഇവിടെ ഗ്ലോ സ്റ്റോൺ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെയും പൊട്ടിക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. ഗ്ലോ സ്റ്റോണിൻ്റെ മുകളിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡിലൂടെ സെറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ ലൈറ്റ് അപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുകയാണ്. പിന്നെ നമുക്ക് ടോർച്ചും കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് കളഞ്ഞേക്കാം. അപ്പോൾ ഇവിടെയും കൂടി വേണമെങ്കിൽ നമുക്ക് 2 കൂടി സെറ്റ് ചെയ്തേക്കാം. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുമ്പോൾ നമ്മുടെ മെയിൻ നമ്മുടെ ചെസ്റ്റും കാര്യങ്ങളും സെറ്റ് ചെയ്യാന്നുള്ളതാണ്. റോപ്പ് ഓഫ് പാമ്പ് റെഡിയാക്കാം. എന്തായാലും നമുക്ക് ചെസ്റ്റ് കൂടി സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഫുൾ ചെസ്റ്റ് സെറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇനിയും ചെസ്റ്റ് വേണം കേട്ടോ. ഏകദേശം 41 ചെസ്റ്റ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഫുള്ള് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകാം കേട്ടോ. എന്തായാലും നമുക്ക് താഴോട്ട് പോവാം. ചെസ്റ്റ് കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇനിയും ചെസ്റ്റ് സെറ്റ് ആക്കി നമുക്ക് ഇവിടെയും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് കുറച്ചുകൂടി ചെസ്റ്റ് റെഡിയാക്കാം. കുറച്ചും കൂടി ചെസ്റ്റ് കൂടി സെറ്റ് ആക്കാം കേട്ടോ. വുഡും കാര്യങ്ങളും തീർന്നു കേട്ടോ, അതാണ് പ്രശ്നം. ബാമ്പു ഉണ്ടാവുന്നതിനനുസരിച്ച് നമുക്ക് പ്ലാങ്കും കാര്യങ്ങളാക്കി നമ്മുടെ ചെസ്റ്റും കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്തായാലും നമ്മുടെ സ്റ്റോറേജ് റൂം ഇവിടെ സെറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.